ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യ മുന്നൊരുക്കം തുടങ്ങിയത് ആകാശത്താണ്. ഡൽഹിക്കും പാക് അതിർത്തിക്കുമിടയിൽ വ്യോമഗതാഗതം പൂർണ്ണമായും നിശ്ചലമായിരുന്നു. സൗമ്യ കൃഷ്ണ വിശദീകരിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് ഇന്ത്യ നടത്തിയത് അതിസൂക്ഷ്മവും കൃത്യവുമായ തയ്യാറെടുപ്പുകളാണ്. ഈ നിർണായക തയ്യാറെടുപ്പുകൾ 1.5 മണിക്കൂർ മുൻപ് തന്നെ ആകാശത്ത് ദൃശ്യമായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിർത്തിയിൽ, അതായത് രാജസ്ഥാനിലെ ജയ്സാൽമീറിനോട് ചേർന്നുള്ള അതിർത്തിയിൽ ഇന്ത്യ വ്യോമഗതാഗതം വിലക്കിയിരുന്നു. ഈ വ്യോമഗതാഗതം വിലക്കിയത് അവിടെ ഒരു വ്യോമാഭ്യാസം നടക്കുന്നു എന്ന പേരിലാണ്. അതുകൊണ്ട് തന്നെ അത്ര ശ്രദ്ധ അങ്ങോട്ട് എത്തിയില്ല. ഈ ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടും, നമ്മൾ ഈ പറഞ്ഞ നിർണായകമായ ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടും ഒരു സൂചന പോലും പാകിസ്ഥാന് ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിമാനങ്ങൾ വഴി മാറ്റിവിട്ടതാണ് മറ്റൊരു സൂചന. അതായത് ഇന്ത്യ നടത്തിയ ഈ തിരിച്ചടിക്ക് മണിക്കൂറുകൾ മുമ്പ് തന്നെ വിമാനങ്ങൾ വഴി മാറ്റിവിട്ടിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സഞ്ചാരപാത പലപ്പോഴും വിമാനങ്ങൾ വഴിമാറ്റി വിടുന്നതൊക്കെ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പല സംവിധാനങ്ങളുണ്ട്. സ്കൈ റഡാർ പോലുള്ള സംവിധാനങ്ങളുണ്ട്. ഇതിലൊക്കെ തന്നെ ഇത് ദൃശ്യമായിരുന്നു. എന്നാൽ വളരെ സ്വാഭാവികം എന്ന വണ്ണം വിമാനങ്ങൾ വഴിമാറ്റി വിട്ടിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ ഈ ഒഴിഞ്ഞ ആകാശമാണ്, അതായത് ഈ വ്യക്തമായി കാണാവുന്നത് ഈ ഒരു പ്രദേശത്ത് പാകിസ്ഥാന്റെ ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്നുകൊണ്ടുള്ള പാകിസ്ഥാന്റെ പല പ്രദേശങ്ങളിലും ഒഴിഞ്ഞ ആകാശമായിരുന്നു ഈ ഒരു 12 മണി പുലർച്ചെ, ചൊവ്വാഴ്ച പുലർച്ചെ 12 മണിക്ക് ശേഷം കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യത്തെ വിമാനം ഇൻഡിഗോ ഡൽഹി വിമാനമായിരുന്നു. ഈ ഇൻഡിഗോ ഡൽഹി വിമാനം സാധാരണയായി ഈ അതിർത്തിയോട് ചേർന്ന് പോകുന്ന വിമാനമാണ്, അത്തരത്തിൽ സഞ്ചരിക്കുന്ന വിമാനമാണ്. എന്നാൽ അത് വഴിമാറ്റി വിട്ടതാണ് ആദ്യത്തെ ഒരു സൂചന നൽകിയത്. പിന്നീട് തായ് എയർലൈൻസ് വിമാനവും ഇതുപോലെ തന്നെ, തായ് എയർവേസിന്റെ വിമാനങ്ങൾ സാധാരണ സഞ്ചരിക്കുന്ന പാത മാറ്റി മറ്റൊരു വഴിയിൽ കൂടെയാണ് അന്ന് സഞ്ചരിച്ചത്. തായ് എയർവേസിന്റെ 2 വിമാനങ്ങൾ അന്നത്തെ ദിവസത്തെ ഒരു സ്കൈ റഡാർ പരിശോധിക്കുമ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം 2 വിമാനങ്ങൾ ഇത്തരത്തിൽ ദുബായ് വഴിയൊക്കെ വഴി മാറ്റി വളഞ്ഞ വഴികൾ സ്വീകരിച്ച് സഞ്ചരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാകിസ്ഥാനിലെ സിയാൽകോട്ടിലേക്ക് പറക്കുകയായിരുന്ന എമിറേറ്റ്സ് വിമാനം പെട്ടെന്ന് യു ടേൺ എടുക്കുന്നതും ഈ ഒരു ദിവസം കാണാം. ഈ സ്കൈ റഡാർ പരിശോധിച്ചാൽ കാണാം. തൊട്ടു പിന്നാലെ വന്ന 10ലേറെ വിമാനങ്ങളും സമാനമായ രീതിയിൽ ഈ പാക് അതിർത്തിയിൽ നിന്ന്, എയർ സ്പേസിൽ നിന്ന് യു ടേൺ എടുത്ത് കൂട്ടത്തോടെ തിരിച്ചു പോകുന്നത്, മടങ്ങുന്നത് അല്ലെങ്കിൽ മറ്റൊരു വഴി സ്വീകരിക്കുന്നതൊക്കെ ഈ ദിവസത്തെ സ്കൈ റഡാർ പരിശോധിച്ചാൽ കാണാം. ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നത് കൃത്യം 1:05 ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്ന ഈ സമയത്ത് കൃത്യം 1:05 ഇന്ത്യൻ അതിർത്തിയിൽ ഒരു വിമാനങ്ങളും അത്തരത്തിൽ പറക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല പാക് വ്യോമ മേഖലയിലെ എവിടെയും ഒരു യാത്രാ വിമാനവും കാണാൻ സാധിച്ചിരുന്നില്ല. അത്രയേറെ സൂക്ഷ്മവും കൃത്യവുമായ പദ്ധതിയായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത്.